പോട്ടെ. അങ്ങനെ ആട്ടിയാ മതി. ഉമ്മല്ലേ? ഞാനില്ല. ആദ്യം പേപ്പർ എടുക്ക്. ഏത് ബിരിയാണി അരി എത്ര? 25. ഒരു 25 മണി അരി കൊടുക്കുവോ ചേച്ചി? ഒരു 25 മണി അരി കൊടുക്കും. ഹലോ ഗായ്സ്, അപ്പോൾ ചാക്കില്ല അപ്പോൾ കൊടുക്കണ്ടേ? ഡ്രസ് അവിടെ കേട്ടോ, ഡ്രസ് അവിടെ നമ്മളെ ഷോപ്പിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓക്കെ അല്ലേ? പോട്ടെ. അങ്ങനെ ആട്ടിയാ മതി. ഉമ്മല്ലേ? ഞാനില്ല. എന്താ പണി? ഇടിച്ചക്കാൻ ഇറക്കണം. പിന്നെന്താ കൂട്ടിനെ നോക്കാം. പിന്നെന്താ മീന് പൊരിക്കാൻ ചാറിനൊക്കെ വേണം. ബീഫ് ദോശക്ക് ചാറുണ്ടാക്കണം. ചേട്ടൻ ഉമ്മ പെരും ബിസിയിലാണെന്നാണ് പറയണത്. ATM കാർഡോ? ഇന്നലെ കൊടുന്ന ATM കാർഡിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നല്ലോ. വണ്ടിയില അല്ല, ഒന്ന് നോക്കണം. ലോഡ് സാധനങ്ങൾ എഴുതി തന്നിക്കണ്. ഇമ്മ പറഞ്ഞു കൊടുത്തിട്ട് കുഞ്ഞോളാണ് എഴുതിക്കണത്. എനിക്കറിയായിരുന്നു കുറേ സാധനങ്ങൾ എഴുതാണ്ടാവുന്നത്. പിന്നെ ജിൻസിക്ക് പിന്നെ എഴുതാനും വായിക്കാനും അറിയാത്തോണ്ട് ഓൾ എഴുതിയിട്ടില്ല. ജൻസേ, അനക്ക് എഴുതാനും വായിക്കാനും അറിയാത്തോണ്ട് ചെയ്തിട്ടില്ലല്ലോ. വയ്യ പറയും ചിലപ്പോ പോവും എന്നേക്കുമായിട്ടും. അല്ല അങ്ങനല്ല, അങ്ങനെ പറയല്ല. പറയാൻ പോകും പറയല്ല. ഓക്കെ, കോമഡി ആക്കി എടുക്കണം. രണ്ടാൾക്കും സൗണ്ട് ഇല്ല, അതാണ് ഏറ്റവും വലിയ രസം. ആർക്ക്? രസക്കും ഇല്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഭയങ്കര ഗ്ലാമർ ആയിക്കണല്ലോ. നോമ്പ് എടുത്തിട്ടാവില്ലേ ചിലപ്പോ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖൈർ. എന്നാ പോവാ. നോമ്പുകള ഞാനല്ല, മുസ്താഖേ നോമ്പുകള ഇയാണെന്നാണ് പറയണത്. നോമ്പ് മുറിക്കൂലല്ലോ? ഇല്ല, ഞങ്ങള് നോമ്പ് മുറിക്കണ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോമ്പ് എടുത്തുകയാണെങ്കിൽ നോമ്പ് മുറിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചങ്കിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കഴിയുന്നിടത്ര ഞാൻ എടുക്കും. എനിക്കത് ബുദ്ധിമുട്ട് വരികയാണ്, പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഗൈസ്. ഓക്കെ, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ, മാഷാഅല്ലാഹ്. കാരണം എടുക്കാൻ കഴിയുന്നത്ര ഞാൻ എടുക്കും. കാരണം ഇപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് എടുക്കാതിരിക്കൊന്നുമില്ല. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു സാധനം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉമ്മനീര് ഇറക്കാൻ കഴിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. സോറി, അതൊന്ന് തുടക്കോ? അതെന്താ അറിയോ, ഇന്നലെ ഒരു സാധനം മേടിച്ചിട്ടാ. ചെറിയ കുട്ടിയല്ല, ഈ സോക്സ് എടുത്ത് തുടച്ചാൽ മതി. അല്ലല്ല, സ്മെല് ഉണ്ടാവില്ല. ഇല്ല, ഇന്ന് രാവിലെ ഞാൻ കാറ് പോലും കൊടുത്തിട്ടില്ല. അതെല്ലാം തിന്ന് പൊയ്ക്ക അവിടുന്ന്. തുടച്ചോ? നെസ്റ്റോ പോയിന്. അപ്പൊ എന്തോന്ന് വാങ്ങി തിന്ന അങ്ങനെ പറയും. അല്ലാണ്ട് ഇന്ന് നോമ്പിന് ഞങ്ങള് വാങ്ങി തിന്നു പറയരുത്. കാക്കണേ സുബ്ഹാനല്ലാഹ്. ആർക്കും ഇഷ്ടല്ല സംഭവം. അങ്ങനെ ആയത് പോയതല്ലേ. ആർക്കും ഇതൊക്കെ ഇഷ്ടം ജിൻസി? ഇതെന്താ സ്കൂളിൽ പോയനെ? അതുകൊണ്ടാ മാഷ് കാണാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. ചെക്കൻ ഭയങ്കര പഠിപ്പാണ്. അല്ല, ചെക്കൻ ഭയങ്കര പഠിപ്പാണ് ഇവിടെ. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിലടക്കം വരൂല. കാരണം അത്രയും പുസ്തകത്തിന്റെ ഉള്ളിലാണ്. ഫോണിന്റെ ഉള്ളിലും പുസ്തകത്തിന്റെ ഉള്ളിലാണ്. അങ്ങനെ പറയും. ഈ വ്ളോഗ് മാഷിന് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. മാമൻ പറയുന്ന കേട്ടില്ല. അപ്പൊ മാഷാ അല്ലാഹ് 10ാം ക്ലാസ്സിൽ 10 A+ ചെക്കൻ മേടിക്കും എന്നാണ് പറയുന്നത് അല്ലേ? എത്ര മേടിക്കും? 5 പ്രതീക്ഷിക്കും. 5 ഈ വാങ്ങിയതാണ്. എനിക്ക് നല്ലൊരു സമ്മാനം വാങ്ങി തരും. 5 ഈ വാങ്ങി. 5 ഞാൻ അധികം ഒന്നും പറയില്ല. 5 എന്തൊന്നുമില്ല. ഇനി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ബൈക്ക് സ്കൂട്ടി മേടിച്ചു. 5 അല്ല, 10ാം ക്ലാസ്സിൽ എങ്ങനെ സ്കൂട്ടി മേടിച്ചു? ഫോൺ മേടിച്ചു. iPhone മേടിച്ചു. iPhone 13
ഐഫോൺ വാങ്ങി തരൂ, ഐഫോൺ വാങ്ങി തരൂ. പുതിയത് വെച്ചു. ഞാൻ പറഞ്ഞുതരാം, ഈ കൊല്ലം 9ാം ക്ലാസ് തോക്കലും ജയിക്കലൊക്കെ ഉണ്ട്. ഉണ്ടോ? അപ്പൊ നല്ല മാർക്ക് വേണം. എന്റെ പൈസ കിട്ടോ? എന്റെ പൈസ അല്ല പറയും. എന്താ കൊടുക്കണേ? ജയിച്ചാൽ എനിക്ക് നല്ലൊരു പാന്റ് ഷർട്ട് ഷൂ വാങ്ങി തരും. ഇവിടുന്ന് ജയിച്ചാല് അല്ല 9ാം ക്ലാസ്സിനാ പറയുന്നത്, 10ാം ക്ലാസ്സിലല്ല. ഷൂവും അത് നല്ലൊരു തീരുമാനം. ജയിച്ചാലോ ജയിച്ചാലോ നല്ല മാർക്ക് വേണോ? മാർക്കൊക്കെ എങ്ങനെ അറിയാൻ? 9 മാർക്കൊന്നും അറിയില്ല. തോക്കുകയൊക്കെ ചെയ്യും. ഞാൻ വാങ്ങി തരും, വാങ്ങി തരുമല്ലോ. അവള് കുട്ടീനെ അവിടെ ആക്കിയിട്ട് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കപ്പോ ഇവിടെ കുട്ടീനെ അടുത്ത് ഞാൻ പർച്ചേസിങ് നടക്കില്ല. കുഞ്ഞോളെ ഫോണൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. ശരി എന്ത് പോവാത്ത നെക്കിയതാണല്ലോ ഞാൻ ഒരു വട്ടം. കുഞ്ഞോളെ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നത് കാണാം ട്ടാ. ഈ സമയത്താവുമ്പോ എന്താന്നറിയോ, ആൾക്കാർ കുറവായിരിക്കും. എന്താ ലീസ്റ്റ് നോക്കട്ടെ. മമ്മ ഇതിന്നാ നോക്കട്ടെ. അല്ലല്ല ഞാൻ പറയാം. മമ്മ ഇത് കഴിഞ്ഞാൽ കൊറേ കോമഡികളുണ്ടാവും. പഞ്ചസാര, ബിരിയാണി അരി, മന്തി, സൺഫ്ലവർ, വലിയ എന്തേലും അല്ല കറക്റ്റാ ശർക്കര. അല്ല ഉമ്മ ഇരിക്കാതെ പൊടി ഉപ്പോ അത്ര ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മറിയാം ഈ ഫോണുമാരെല്ലാ സാധനം ഉണ്ടാവില്ല. ത്രികോണം പൊടിയിൽ പോകുന്ന ഇതും പോക്ക് പൊടിയുന്ന ഇതും അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ആദ്യം പേപ്പർ എടുക്ക. ഏത് ബിരിയാണി അരി എത്ര? ആവശ്യമില്ലാത്ത എടുക്കരുത്, ആവശ്യമുള്ളത് മാത്രം. നല്ല സ്വഭാവം വടക്ക് സ്വഭാവം ആക്കരുതിൻ്റെ. നല്ല ട്രോളി കൊണ്ട് മുസ്താഖാണ് വന്നിരിക്കുന്നത്. മുസ്താഖ് ഇന്ന് മുതൽ ഞങ്ങളപ്പം പണിക്ക് വരാൻ തുടങ്ങിക്കണം. ഈ സ്കൂളിൽ മാർസിമൊന്നും പോയിട്ട് മാസത്തെ സാലറി 50,000. മാസം 50,000 എത്ര സാലറി കേട്ടോ. ലാസ്റ്റ് മോൻ്റെ വാപ്പ ഞങ്ങളെടുത്ത് അടിക്കായിരുന്നു. അത് അന്തല്ലാത്ത ആൾക്കാർ വരുന്നത്. ഓഫർ സോപ്പൊക്കെ അവിടെ ഇല്ലേ ഉണ്ടാവും. അതാ എത്രയാണ് ഇതിനെത്ര? അതാ സോപ്പ് ലെക്സ് സോപ്പ് 165 3 ലാഭം. മതി എന്നാ ഒന്ന് മതിയില്ലേ? എന്താണ്ട് ലെക്സ് സോപ്പ് വിവേൽതാ 165, മറ്റേ 169. അത് മതി. ആകുമ്പോൾ 4 കിട്ടും. 4 കിട്ടും നോക്കട്ടെ. അങ്ങനെ നോക്കിയെടുത്ത് കഴിഞ്ഞാലേ ശരീരം നന്നാവൂല. ചിലപ്പോ 10 ഷോപ്പ് ഇട്ട ആണോ? വെറുതെ ഞാൻ വെളുക്കാത്ത ഇങ്ങനെ ചണ്ടി സോപ്പുകളൊക്കെ പിടിച്ച് എങ്ങനെയാ വെളുക്കുക? എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലായിരിക്കും. അപ്പൊ എന്താ വേണ്ട പറയേ. എൻ്റെ തല ലീസ്റ്റ് നിസ്സാരം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഓഫറിലുണ്ടാവും. കിട്ടിയോ? മറ്റേ ശരീരം എടുത്തന്നെ മനസ്സിലാവുന്നു. അതിനെത്ര 329? അതൊക്കെ മേടിക്കാൻ മറക്കണം. അത് എൻ്റെ ഇഷ്ടത്തിന് മേടിക്കുക. ലാസ്റ്റ് കാറിൻ്റെ ചായ ഇവിടെ കൊടുക്കേണ്ടി വരും കേട്ടോ. എന്താ ശേഷം സുഖല്ലേ? അത് നെസ്റ്റോൻ്റെ മാനേജറാട്ടോ. ബിരിയാണി അരി എത്ര കിലോനാ? 2 കിലോ ഇല്ലേ? കഴിഞ്ഞോ? പഞ്ചസാര കഴിഞ്ഞു. അത് തരുമോ? അതും പാക്കില്ല? പേക്ക് ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. വേണ്ട അങ്ങനെ എടുത്തായി. നല്ല ബിരിയാണി പേക്കും അങ്ങനെ നല്ലതാണോ നമുക്ക് അറിയുന്നില്ല. പക്ഷെ നെസ്റ്റോലാകുമ്പോൾ ഓഫറിന് ഇങ്ങനെ പേക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ലതാണോ? എടി 159 പറയുമ്പോൾ അതായിരിക്കും നല്ലത്. റേറ്റ് കൂടുന്നതായിരിക്കും നല്ലത്. എന്നാ ഫസ്റ്റ് മതി. കാരണം ഞങ്ങളെപ്പോഴും ഫസ്റ്റിൻ്റെ ആൾക്കാരാണ്. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. 189 അതെടുത്തോ 2 കിലോ.
അനക്ക് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ ചേച്ചി ചിരിച്ച ചേച്ചിക്ക് വരെ മനസ്സിലാക്കണു ഇത് നടക്കാത്ത കാര്യമാണല്ലോ എന്നൊക്കെ. ചെറിയ ലൂസ് കൊടുക്കാട്ടോ, ചെറുതൊന്നും എന്തായാലും അരിയായ പോരെ. പച്ചരി നിർബന്ധം ഒന്നുണ്ട്. പച്ചരി അല്ലേ ഈ മറ്റേ രാവിലെ? ആ ഒന്നും അറിയില്ല, ഒന്നും അറിയാതെ വന്നിക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി അല്ലേ നിനക്ക്? അതല്ല, എന്നാലും പച്ചരി അല്ലേ? ആ ഗ്രീൻ പീസ് ആരാ, കടല ആരാ? അരി 25. ഒരു 25 മണി അരി കൊടുക്കുവോ ചേച്ചി? ഒരു 25 മണി അരി കൊടുക്കും ഇവിടെ. 25 കിലോ അരി എടുക്കാനുള്ള പൈസ ഒന്നും ഇല്ല കേട്ടോ. ലാസ്റ്റ് എൻ്റെ എന്തെങ്കിലും ഊരി കൊടുക്കേണ്ടി വരുമോ? അടുത്തേതാ? മസാല ഒക്കെ എടുത്തോ? പൊടിയുപ്പ്, ശർക്കര. ആ എടുക്കാം. അതായിരിക്കും വലുത്, കാരണം ഇത് ചെറുതാണ്, ഇത് വലുതാ. ഇതൊക്കെ വലുതാ അല്ലേ? ഒരാൾക്കേ വലിയ ജീരകം ഏതാണ് ചെറിയ ജീരകം ഏതാണെന്ന് അറിയാറ്റേ ഒരു പാവം ചേച്ചിനോട് ചോദിക്കേണ്ടി വന്നു. ആ ചേച്ചിനോട് കേട്ടോ, മനസ്സിലായോ? ഇതൊന്നും അറിയാതെ എന്നെ സാധനം പിടിക്കാൻ വിട്ടിരിക്കണത്. ഉളുപ്പുണ്ട് എനിക്ക്. വലിയ ജീരകം എന്തില്ല, നന്ദി അനക്ക്. ഞാൻ നന്ദി ഇല്ലേ? നാളെ ശർക്കര ഓല സമൂസ ഉണ്ടാക്കണ ആദ്യമായിട്ട് കേട്ടില്ലേ? നീ കേട്ടില്ലാന്ന് പറയില്ലല്ലോ. അതിന് പോളൂടാ. കൊള്ളണ്ടേ? പറയ്. സമൂസ ഓല എവിടെ? എടാ ഓല സമൂസ എവിടെ? കിട്ടിയോ? ഇത് ഉഷാറില്ലാത്ത എനിക്ക് തള്ളാന്. അതെന്താ? ചിക്കൻ ഡൽഹി പോയപ്പില്ലേ സ്പെഷ്യൽ ഉണ്ടാക്കാം. ഓക്കെ എന്നാ മേടിച്ചോ, ഉണ്ടാക്കി തരാം. 5 ദിവസത്തില്ലായിരിക്കോ? ആ നേരെ ഉണ്ടാക്കി തരണം, അത്രേ ഉള്ളൂ. സമൂസ 50 ഷീറ്റാണെങ്കിൽ 2 എടുക്കണം. ഒരു ദിവസം 10 ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 ദിവസത്തിനേ ഉണ്ടാവുള്ളൂ ഒരു ഷീറ്റ്. മനസ്സിലായോ? പിന്നെ 2 ദിവസം പിന്നെ ഉരുളങ്കിഴങ്ങ് ഉണ്ടാക്കുക. വിഭവങ്ങൾ ഓ സൗണ്ടില്ലായിട്ട് അല്ല ഞാൻ പറഞ്ഞ മരുന്ന് പറഞ്ഞില്ല. പച്ച തത്ത പച്ച ആദ്യമായിട്ടോ ആ കല്യാണം കഴിഞ്ഞേ ആദ്യം ഒരു സംഭവം പറഞ്ഞ അതേമാതിരി പറയുന്നത്. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിൾ റാലി പോലെ ഒരു റാലി. അത്രേ ഉള്ളൂ. അച്ചാറിലപ്പ എടുത്ത അവിടുന്ന് എന്നാ പുറത്തു മതി. ഇനി എന്താണ് ഇതൊക്കെ മൈദയൊക്കെ എവിടെ? അതൊന്നും എടുക്കണ്ട കേട്ടോ. മൈദയൊക്കെ എവിടെ? ഇല്ല, അതിന് നേക്കുണ്ട്. ആ ഓക്കെ, ഇതൊക്കെ കേട്ടോ. ഓക്കെ, തണ്ണിമത്തം കൊട്ടണീനൊരു കണക്കുണ്ട്, അതിനനുസരിച്ച്. കാശ്മീർ മുളക് പൊടിക്ക് 49 കേട്ടോ. ഇനി എന്തൊക്കെയാ വേണ്ടത്? സുർക്ക വേണം, പിന്നെ ഡിഷ് വാഷ് വേണം, പിന്നെ കല്ലുപ്പ് കിട്ടിയോ? കല്ലുപ്പ് കിട്ടിയോ? അതൊന്നും വേണ്ട.
ഈത്തപ്പഴം അത്ര നല്ലത് മതി. നോമ്പറക്കാനല്ലേ, ജ്യൂസ് അടിക്കാനൊന്നല്ലല്ലോ. അല്ലല്ലോ എത്രത്തിനേ ഉണ്ടാവുള്ളൂ. നല്ല എടുക്കുന്നോ? വേണ്ട വേണ്ട എടാ, ഇത് മതി. ഇത് അതിൻ്റെ അടിത്തോ എടുത്തോ. മതി എടുത്തോ. അത് ചെറുത്, ഈ വലുത്. ഈ ഏതാന്ന് നമുക്ക് ആരോടും ചോദിച്ചു നോക്കാം. എല്ലാരും വരട്ടെ, എല്ലാരും വിളിക്ക്. അല്ല ഇത് ഈ ഏതാന്ന് അറിയാത്ത ആൾക്കാർ ഇതൊക്കെ തന്നെ നെയ്യ്. അല്ല എന്താ നെയ്യ് ചെറുത് അത്ര എടുക്കാട്ടോ പറയും പോലെ. ഇതിൽ കുറെ നെയ്യ് ഉണ്ടാവും. എന്ത് നെയ്യാ വേണ്ട ചോദിച്ചോക്ക ആദ്യം. RKG തന്നെ അറിയില്ല. ഏതോ ഒരു പൊടി എടുത്തല്ലോ. മതി, പൈസ കൂടിട്ടോ. ഇത് വെച്ചില്ല കളിയാ. ചിക്കൻ മസാല ചെറുത് മതിയോ? ചിക്കൻ മസാല എന്നാ, ചില്ലി ചിക്കൻ മസാല. അത് ചിക്കൻ മസാല അതിനെടുത്തോ. ഓക്കെ. ശർക്കര ഇവിടെ അല്ല. ഇതൊരു മാസത്തേക്ക് ഉണ്ടല്ലോ അല്ലേ? എത്ര റുപ്യക്കുള്ള ഉണ്ടാവും? വരുമോ? എത്ര അവിടെ ബില്ല് എത്രയാണ് നിങ്ങള്? 3744. എന്തായിരുന്നു എടുക്കുമ്പോ അത് എടുക്കുന്ന അല്ല, റമദാൻ മാസത്തിൻ്റെതല്ലേ, അത്യാവശ്യം ഉണ്ടാവും. എല്ലാവർക്കും ഇല്ല. പക്ഷെ 3700 എന്തെങ്കിലുള്ളതെന്ന് ഞാനാണോ സെറ്റാക്കി. പക്ഷെ ഇനി സാധനം മേടിക്കണ്ട കേട്ടോ. ശർക്കര മേടിച്ചിട്ടില്ല. പത്തന്നെ പുറത്ത് വത്തക്ക മറ്റേ നെസ്റ്റോന്ന് മേടിച്ചില്ല, പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഉമ്മാക്കും വയ്യ, അതുപോലെ ജിൻസിക്കും വയ്യ, എല്ലാവർക്കും വയ്യാത്തതുകൊണ്ട് കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാൻ വിചാരിച്ചു. അതായത് എന്താ പറയുക, എണ്ണക്കടി സാധനങ്ങൾ കുറച്ച്. എനിക്കെന്നാ പറ്റൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ജിൻസി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടാക്കുമെന്നോ സാധനങ്ങളൊക്കെ എടുത്തോളൂ. ലേസ ശുണ്ടിരി പാപ്പൻ്റെ ശുണ്ടിരി കരഞ്ഞിക്കേനെ. എന്താ വരാത്തെന്താ? ഇത് പോയി കൊണ്ടുവരോ? വേഗം പോയി കൊണ്ടുവരും. സാധനം ഞാൻ എടുക്കണോ? വയ്യ, ക്ഷീണുണ്ട്. വേഗം വെക്കൂടെ. നോമ്പറക്കാനുള്ള എല്ലാവിധ ഐറ്റംസുകളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദോശ ചുട്ടുകൊണ്ടിരിക്കണം അമ്മ. ദോശയാണോ? പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് ദോശ ആക്കിയോ? വെറൈറ്റി ചേഞ്ച് ആക്കിയോ? ലസ ഏതാ? എന്താ ഉണ്ട്? എന്താ സ്പെഷ്യൽ ഇന്ന്? ഉഴുന്ന് വട, മുട്ട ബജ്ജി, വട, പിന്നെ വട ഉഴുന്ന് വട അല്ലേ? ഓക്കെ, ഇതൊക്കെ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ആർക്കും വയ്യാത്തോണ്ട്. എന്താ അതോ കുട്ടി കൊടുക്കാൻ അതാ കൊടുത്തിട്ടില്ലേ? നമ്മളെ പള്ളിക്ക് കൊടുക്കണ്ടേ? കൊടുത്തുക്കണോ? വെള്ളം ബാക്കി കിട്ടണില്ലേ?
എന്താണ് പ്രശ്നം? തൊള്ളിക്കൂടെ പോളൂ. നമുക്ക് ഇവിടെ പോവോ? ഏതോ എന്ത് എന്താ അങ്ങനെ പറയാൻ കാരണം?